ചോദിച്ചിട്ട് അവര് ചോദിക്കണം അപ്പോൾ എവിടെ സ്ഥലം? പ്രഭാകരൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ കൂലിപ്പണിക്കുമ്പോൾ പിന്നെ മുത്തപ്പൻ്റെ പൈക്കുറ്റിയെല്ലാം കഴിപ്പിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ആചാരം വാങ്ങിയ ഒരു മടയാണ്. ഓ മടയനല്ലേ? പട്ടുംപളയും കിട്ടിയോ? കിട്ടിയല്ലേ? പിന്നെ ഇവിടെ എപ്പോഴും പേരാറുണ്ടോ? ഇവിടെ കമ്മിറ്റിയിലെ അംഗമാണ്. എപ്പോഴും മുന്നിൽ നിന്നിട്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ചെയ്യുമ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങളല്ല ചെയ്യുന്നത്, മുത്തപ്പൻ തന്നെ വന്ന് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം. അതെ. അത് എന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങളെല്ലാം ദൈവത്തിനെ മാറാം, ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന കൂട്ടറാം. അപ്പോൾ നിങ്ങൾ വന്നിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനൊരു പോസിറ്റീവ് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ മുന്നിൽ നിന്നിട്ട് ഉണ്ടായിട്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കൊടുക്കുക ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ ഇതിൻ്റെ പണി ആദ്യം ചെറിയൊരു അമ്പലമായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കമ്മിറ്റി കൂടി ഇത് അമ്പലം ഉയർത്തിക്കൊണ്ടുവരാൻ. ഇതിപ്പോൾ വഴിക്കിട്ടിട്ട് പോകരുത്, വഴിക്കിട്ട് പോയി കഴിഞ്ഞാൽ വിഷമാവും. അങ്ങനെ ഒരു കാരണവശാലും മറ്റ് ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ നമ്മളാരും കുറ്റം കുറവൊന്നും പറയാൻ നിൽക്കണ്ട. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യാം അല്ലേ? എന്നിട്ട് ഭംഗിയായി ചെയ്യുക. ഇനിയിപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്, അത് വേഗം പൂർത്തീകരിക്കാനുള്ള വഴികളും മുന്നോട്ട് ഇറങ്ങിക്കൊണ്ട് ഇനി പിന്നോട്ട് ഇല്ല. അതെ അതെ, മുൻപന്തിയിൽ തന്നെ എല്ലാം നന്നായിട്ട് പറ്റും. പേര് പറയും ഒരിക്കും കൂടി. പ്രഭാകരൻ. ഈശ്വരൻ്റെ കടാക്ഷവും ഉണ്ടായാൽ അതുണ്ട്. ഉള്ളതുകൊണ്ടാണല്ലോ ഇതിൽ കയറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഭഗവതിൻ്റെ അടുത്ത്. ഇപ്പോൾ തലക്ക് മുകളിൽ നല്ലൊരു മഞ്ഞ പുഷ്പമെന്നുള്ളത് പ്രഭാകരൻ്റെ കോളാമ്പി പുഷ്പം. എന്നാൽ സന്തോഷമായി കേട്ടോ. ഏതായാലും കാണാനും പരിചയപ്പെടാനും സന്തോഷം കേട്ടോ. വന്നവരൊക്കെ പോയി, പിന്നെ വന്നവരെ അതൊന്നും വാങ്ങാം കേട്ടോ. അടുത്ത
അതിന് പറ്റുമോ ചെയ്യാൻ പറ്റില്ല. നാരായണ ഭദ്രേ നാരായണ അംബേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ 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 നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ
നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ അങ്ങനെ അടിച്ചാൽ നല്ല ചിത്രം കാണുമ്പോൾ നല്ല ഇതായി. ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ പിന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഫസ്റ്റ് ചോറ് കൊടുക്കുമ്പോൾ ദേവിക്ക് വെക്കുന്നുണ്ട് ഇല്ല വെക്കലില്ല വേവിക്ക് വേവിച്ചിട്ടുണ്ട് അതും കൂടി ഇതിനകത്ത് ഇട്ടോ മോളെ വകയാണ് അത് ചോദിക്കണം കേട്ടോ. അന്നം കൊടുക്കണമെന്ന് നമ്മളെ ചെയ്യുന്ന പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചു നോക്കണം. അന്നേരം കൂടുതൽ ദേവിക്ക് ഒരു പാത്രത്തിൽ പിന്നെ അതുപോലെ പുറത്ത് വെലിക്കും വെച്ച് കൊടുക്കണം. വെലിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂതഗണങ്ങളുണ്ടാവും. അപ്പോൾ അത് കൂടുതൽ ഇതാവും. ഇത് നോക്കാം മോളാ. അവിടെ വെച്ചാൽ ഇറങ്ങി എല്ലാവർക്കും തരും.
ബാക്കിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ പപ്പടം തവിട് കൂടിയാവും. പിന്നെ കാലും മുറിഞ്ഞിട്ട് നമ്മൾ എടുത്ത് പായേണ്ടി വരും അല്ലേ? ആ അതാണ് ചെറിയൊരു മിനി സദ്യ തന്നെയാണ് അല്ലേ? രണ്ട് പ്ലേറ്റ് കേട്ടോ. പപ്പടോടെ കൊണ്ടിച്ച് പപ്പടോടെ കൊണ്ടിച്ച് പപ്പടോടെ കൊണ്ടിച്ച് ആ അതാ ആട് അതിൻ്റെ മോള് പോയി ഇരിക്കാണ്ടെന്നായി. ഏതാ തായാലും പപ്പടം പോയി പപ്പടം തായാലും പോയി പപ്പട പപ്പടത്തിന് മുകളിൽ ഇരുന്ന് ഒരു പ്രശ്നം വിശ്രമിക്കാന്ന് പറഞ്ഞ് ഇരുന്നിട്ടേ ബാക്കിൽ നിങ്ങളെ ബാക്കിൽ ഞാനാ നമുക്കുള്ള ഭക്ഷണമാണേ. ഒരു പപ്പടം എടുത്തോട്ടാണ് 2 പപ്പടം ഇങ്ങോട്ട്. ആ ഇല്ല ഇത് നമുക്ക് ചോറാന്നേ. എന്തെല്ലാം വെള്ളം നോക്കട്ടെ. എന്താ ഇത് വറവ്, അച്ചാറ്, ഇതാ പപ്പടം. ആ മതി. വെള്ളം തരണേ കുറച്ച് തീർത്തോ. ഇതാന്ന് ഒറ്റക്കൊമ്പൻ.